ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയുടെ ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയിരിക്കുകയാണ് അവിടുത്തെ പ്രതിഷേധ പരിപാടികൾ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒക്കെ പോലീസ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ബാരിക്കേഡ് ഭേദിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. പോലീസ് അവരെ തടഞ്ഞിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് ഏത് ഘട്ടത്തിലാണ് സംഘർഷത്തിൽ കലാശിച്ചത്? തുടക്കത്തിൽ ഏതാണ്ട് സമാധാനപരമായിരുന്നല്ലോ യൂത്ത് കോൺഗ്രസിന്റെ തൃശ്ശൂരിലെ മാർച്ച്. വിജയകുമാർ, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഈ ബാരിക്കേഡ് മറിച്ച് മുന്നേറാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ഇതോടുകൂടി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നതാണ് കാണുന്നത്. പ്രവർത്തകർ പോലീസിനെ മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ തകർത്തിരിക്കുന്നു. DMO ഓഫീസിലേക്കാണ് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചിരിക്കുന്ന. DMO ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ റീത്ത് മേന്തി പോലീസിനെ മറികടന്ന് മുന്നേറാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് നടക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉന്തും തള്ളും ഉണ്ടാകുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസും പ്രവർത്തകരും തമ്മിൽ തുടർച്ചയായി ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരുപക്ഷെ ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്ന് തോന്നുന്നത്. ആ പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. വലിയ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രവർത്തകർ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ഒരു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്കിടയാക്കിയിരിക്കുന്ന. വലിയ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. ഒരു കയ്യാങ്കളിയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ റീത്ത് എന്തിക്കൊണ്ട് DMO ഓഫീസിന് മുന്നിൽ ഈ റീത്ത് വെച്ച് തന്നെ പ്രതിഷേധിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച ഈ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ ഇവരെ ഈ സെന്റ് തോമസ് കോളേജ് റോഡിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടയുകയും ചെയ്തു. ഇന്ന് തൃശ്ശൂരിൽ കനത്ത പ്രതിഷേധമാണ് വിവിധ ഇടങ്ങളിൽ നടക്കുന്ന. BJP ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 3 ഇടങ്ങളിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പുറമെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. രാഷ്ട്രപതി ഉൾപ്പെടെ ഉപരാഷ്ട്രപതി അടക്കം ജില്ലയിൽ ഉള്ളത് കൊണ്ട് തന്നെ പോലീസിന്റെ അടക്കം ക്ഷാമം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുണാണെങ്കിൽ പോലും ജലബീരങ്ക് പ്രയോഗിക്കുന്നതിനടക്കമുള്ള വരുണാണെങ്കിൽ പോലും ജില്ലയിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് BJPയുടെ സമരത്തിന് ഉപയോഗിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് മാത്രം വച്ചുകൊണ്ട് പ്രവർത്തകരെ തടയാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തിയത്. പക്ഷേ അതിന് പ്രവർത്തകർ വഴങ്ങിയില്ല. ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഈ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരാകട്ടെ പിന്മാറുന്നില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മുതിർന്ന നേതാക്കളടക്കം ശ്രമിക്കുന്നത്. പക്ഷേ അവരാരും വഴങ്ങുന്നില്ല. ഈ കയ്യിലേന്തിയ റീത്ത് അത് DMO ഓഫീസിന് മുന്നിൽ തന്നെ വെച്ച് പ്രതിഷേധിക്കും എന്നുള്ള വാശിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. ഇപ്പോൾ പോലീസ് മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. വലിയ സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും ലാത്തിയടക്കം പ്രയോഗിക്കേണ്ടി വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം അതിര് കടക്കരുത് എന്ന് പോലീസ് മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നേതാക്കൾ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനൊക്കെ നീക്കം നടത്തുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുപേർ റൂട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. മുതിർന്ന നേതാക്കളാകട്ടെ ഈ പ്രവർത്തകർ അവരെ മറികടന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി പോലീസിനും പ്രവർത്തകർക്കും ഇടയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രംഗം ശാന്തമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വിജയകുമാർ, ഇത് തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒപ്പം തൊടുപുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ട്. അവിടെ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് ശേഷം ഇപ്പോൾ അവിടെ ചാണ്ടി ഉമ്മൻ MLA യുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ്. അവിടെ പ്രധാനപ്പെട്ട തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുന്നിലെ റോഡാണ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. ആ മഴയെ അവഗണിച്ച് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നു. ചാണ്ടി ഉമ്മൻ MLA യുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന്. ലാൽ, അവിടെ തുടക്കത്തിൽ ബാരിക്കേഡൊക്കെ മറിച്ച് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അത് അവസാനിപ്പിച്ചപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടോ? വിജയകുമാർ, ഇത് ഏറെ നേരം മുമ്പാണ് ബാരിക്കേഡ് മറിച്ച് കടന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ, അതായത് ജില്ലാ ആശുപത്രിയുടെ അകത്തേക്ക് കയറാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ ശ്രമം പോലീസ് പൂർണ്ണമായും പരാജയപ്പെടുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. തുടർന്നാണ് ചാണ്ടി ഉമ്മൻ MLA യുടെ നിർദ്ദേശപ്രകാരം തന്നെ റോഡിൽ കുത്തിയിരുന്ന സമരം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡാണ് ഉപരോധിച്ചതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് മാറി പ്രധാന പാത, അതായത് മങ്ങാട്ടുകവല കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡാണ്. ന്യൂമാൻ കോളേജിന് മുന്നിലുള്ള നഗരമധ്യത്തിലുള്ള ബൈപ്പാസ് റോഡാണിത്. പ്രധാനപ്പെട്ട പലയിടങ്ങളിലേക്കും തിരിഞ്ഞു പോകേണ്ട പാത, ഈ പാത പൂർണ്ണമായും ഉപരോധിക്കുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറി. കനത്ത മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. ഒരു ഘട്ടത്തിൽ പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പൂർണ്ണമായി സാധിച്ചില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബാരിക്കേഡിന് അപ്പുറത്തായിരുന്നു ഒരു വലിയ സംഖ്യം
പോലീസ് ഉണ്ടായിരുന്നത്. ബാരിക്കേഡിന് ഇപ്പുറം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തന്നെയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഈ പോലീസിന് മറികടന്ന് വരുന്നതിന് മുമ്പേ തന്നെ റോഡ് പൂർണ്ണമായും വളഞ്ഞ് റോഡിൽ പൂർണ്ണമായി കുത്തിയിരുന്ന് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറി. ഇതുകൊണ്ടാണ് പോലീസിന് പെട്ടെന്ന് ഇവിടെ കടന്നു വന്ന് ഇവരെ തടയാൻ സാധിക്കാതെ പോയത്. തുടർന്ന് പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തുകയാണ്, കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. പോലീസ് ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിലൊരു ശ്രമം നടത്തിയെങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരും അതുപോലെ തൊടുപുഴയിലും, ഇടുക്കിയിൽ തൊടുപുഴയിലും യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ ഇടുക്കിയിൽ റോഡ് ഉപരോധിക്കുന്നത്. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിലാണ് അവിടെ റോഡ് ഉപരോധ സമരം നടക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി നടക്കുന്നത്. അവിടെ തൃശ്ശൂരിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അതൊരു സംഘർഷത്തിൻ്റെ വക്കോളം എത്തിയതാണ്. തുടർന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. അവിടെയും റോഡ് ഉപരോധിച്ചപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി BJPയും യൂത്ത് കോൺഗ്രസും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പ്രതിഷേധിക്കുകയാണ്. പലയിടത്തും പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. ഒടുവിൽ ഇടുക്കിയിലും തൃശ്ശൂരിലുമാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായത്. അതിനുശേഷം ഈ പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. ഇടുക്കിയിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം അറസ്റ്റിന് പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. തൃശ്ശൂരിൽ റോഡ് ഉപരോധിച്ചു പ്രവർത്തകർ. അവിടെയും ഒരു സംഘർഷത്തിന്റെ വക്കോളം എത്തിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. ഇപ്പോഴും അവിടെ പോലീസ് വലയം ഭേദിച്ച് മുന്നേറാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അത് പോലീസ് തടഞ്ഞിരിക്കുകയാണ്.